സാരി ഞാൻ സാരി ഇല്ല, ഞാൻ ഉടുക്കുന്ന സാരി പോർച്ചീസ് മേടിക്കുന്നത്. ഇതുവരെ കണ്ട ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ കണ്ട എല്ലാ സാരീസും പട്ട് സാരി എടുത്ത് ഞാൻ പട്ടുപോടെ സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ. സീക്രട്ട് ഒക്കെ പുറത്ത് വരുന്നുണ്ട്. ഞാൻ നാട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു പോർച്ചീസിന് എങ്ങനെ പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. കയ്യിൽ നിന്ന് പോയി കുഴപ്പമില്ല. അതെ അതെ. ഞാന് കേക്ക് കഴിച്ചിട്ടില്ല, മടുത്തുന്നല്ല കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്നത്തെ കാര്യം ഷുഗർ കഴിക്കുന്ന ഒരാളല്ല. ഷുഗർ ഇല്ലാത്തതുണ്ടോ? ഓക്കെ, അപ്പൊ ഷുഗർ കഴിക്കണം. പിന്നെ ബിഗ് ബോസിൽ പോയപ്പോഴാണ് ഞാൻ ഷുഗർ കഴിക്കാൻ തുടങ്ങിയത്. കാരണം കിട്ടാത്ത സാധനം നമുക്ക് കിട്ടുമ്പോ നമുക്കത് ഭയങ്കര എന്താ പറയണ്ട, പിന്നെ ക്രേവിങ്സ് തോന്നും. കാരണം ഞാൻ കേക്ക് വല്ലപ്പോഴാണ് കിട്ടുന്നത്. ഇപ്പൊ എനിക്ക് ഷുഗർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പൊ എന്ത് പറ്റുന്നെങ്കിൽ എന്റെ തടി ഉണ്ടാ അറിയാലോ, ടേസ്റ്റ് കുക്കീസ് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമ്മള് തന്നെ കഴിക്കും. സാധാരണ ഞാൻ അറിയാതെ കഴിച്ചു പോകും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അനുമോള് എന്തായാലും കഴിക്കണം. ഞാൻ എന്തായാലും ഇതിന് വേണ്ടി പാക്കറ്റ് കൊണ്ടുപോകും. ഉറപ്പായിട്ട് ഞങ്ങൾ തന്നുവിടും. ഞങ്ങൾ കൊണ്ടുപോകും. തൃശ്ശൂർ കൊണ്ടുപോകുന്ന പറയുന്ന കൊണ്ടുപോയേക്കാം. കുക്കീസ് ഞാനങ്ങ് എടുക്കുക. അതെ, ഓക്കെ. പാവണ്ട് മനുഷ്യനെ നമ്മൾ ഇത്ര നേരം പാട്ട് പാടിക്കാനായിരുന്നു പ്ലാൻ. ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറയുന്ന പോലെ ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഒരു ബിഗ് ബോസിന്റെ കൂടെ ഉണ്ട് കേട്ടോ, അല്ലെ? ബിഗ് ബോസ് ആണ് അവിടെ നിൽക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഫസ്റ്റ് വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി വർഷം 10-12 കൊല്ലം മുമ്പായിരുന്നു. പ്രായം പുറത്ത്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഭയങ്കര സന്തോഷം പോർച്ചുഗീസിൽ വരാൻ കഴിഞ്ഞു. പിന്നെ ഷെരീഫ് എന്റെ നാട്ടുകാരനാണ്. ലെറ്റ്സ് ബേക്കേഴ്സ് ഓൾറെഡി ഞാൻ കേക്കും അങ്ങനെയുള്ള സാധനമൊക്കെ വാങ്ങുന്ന ഷോപ്പ് കൂടിയാണ്. എന്തായാലും ഭയങ്കര സന്തോഷം. എനിക്ക് അറിയില്ലായിരുന്നു പോർച്ചുഗീസിൽ സ്ഥാപനം എനിക്കറിയില്ലായിരുന്നു. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം ഈ പരിപാടി എന്നെ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. കേക്കിൻ്റെയൊക്കെ ഇത്രയും സംഭവം ഞാനിങ്ങനെ ഈ മാളുകളൊക്കെ ലുലു മാളൊക്കെ ഈ പരിപാടി കണ്ടിട്ടിങ്ങനെ ഈ കേക്ക് മിക്സിങ് പരിപാടികളൊക്കെ ഡിസംബർ ഒക്കെ മിഡിലാണൊക്കെ ഞാൻ കാണാറ്. എനിവേ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് പറയാനുണ്ട്. ഞാൻ ഷിയാസിനോട് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്. അവിടെ അനിയത്തിനെ വിളിച്ചിട്ട് വരണം വേഗം ഒന്നും എന്നാ ഡേറ്റ് എന്ന് ചോദിച്ചു. അപ്പൊ കൊച്ചിയിൽ ഇങ്ങനെ പോലീസായിട്ട് നമ്മൾ ജോയിന്റ് ആയിട്ട് ഇങ്ങനെ കേക്ക് മിക്സിങ് സെറമണി വെക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഷിയാസ് അനിയത്തിനെ പറഞ്ഞോളൂ, വേറെ ഇന്ന ആളുടെ പേരൊന്നും പറഞ്ഞില്ല. അതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എന്താ പറയാ ബിഗ് ബോസിൽ അനുമോള് കപ്പെടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച കൂടുതൽ ഞാൻ ആഗ്രഹിച്ച ഒരാളാണ്. കാരണം എനിക്ക് എന്താ പറയുക, ഞാൻ സീസൺ 1 പോയി 3-ാം സ്ഥാനം വന്ന് പുറത്തു പോയ ഒരാളാണ്. അപ്പോൾ പണ്ട് നീ അന്ന് സ്കൂളിലായിരുന്നു, നീ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടോ. സോറി, നീ നഴ്സറി അങ്കമാടി പോകുമ്പോൾ ഞാൻ 7 കൊല്ലം മുമ്പ് ബിഗ് ബോസിൽ പോയിട്ട് സീസൺ 1 അപ്പോൾ അന്ന് അനുമോള് അങ്കമാടിയിലെ പ്ലേ സ്കൂളിലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അനുമോള് പിന്നെ 5ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് സ്റ്റാർ മാജിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ അനുമോള് എന്ന് പറഞ്ഞു ഞാനാണ് ബിഗ് ബോസിൽ വിന്നർ എന്ന് പറഞ്ഞ് പറ്റിച്ചിരുന്നു. അതാണ് പറയുന്നത്. നിങ്ങളത് വിശ്വസിക്കണം ഈ കഥ. അനുമോളുടെ ഏജ് നിങ്ങൾ വിശ്വസിക്കണം. അവൾക്ക് ഇപ്പോൾ സ്റ്റിൽ 21 വയസ്സായിട്ടുള്ളൂ. 18ലേക്ക് ബുദ്ധി 18. എല്ലാവർക്കും എന്റെ പ്രായം അറിയാം. ഞാൻ എന്റെ പ്രായം എത്ര വയസ്സുണ്ട്? എന്തായാലും എനിക്ക് 35 വയസ്സുണ്ട്. എനിക്ക് 35 വയസ്സുണ്ട്. വന്ന സമയം മുതൽ എല്ലാവരുടെയും പ്രായം പുറത്തല്ല. ബബിലിക്ക് 38 വയസ്സുണ്ട്. എനിക്ക് 25 വയസ്സുള്ളപ്പോ ബബിലിക്ക് 28 വയസ്സുണ്ട്. കാര്യം അന്നും ബബിത ആങ്കറാണ്. ഇന്ന് ആക്ട്രസ് ആണ്, ആങ്കറാണ്, എല്ലാം ആണ്. അല്ല, നിങ്ങളെക്കാളും കൂട്ടാണ് ഞാനും ബബിത. അതെ, ഞങ്ങൾ കുറെ കാലം. അതെ അതെ, ശരി, കുറെ കാലമായിട്ട്. അല്ല, അങ്ങനെയല്ല, 4-5 വർഷമായിട്ട് ഞാനിങ്ങനെ 10 വർഷമായിട്ട്. പക്ഷെ അനു ഞാനും എപ്പോഴും നമ്മള് ട്രാവലിംഗ് പാർട്ട്നേഴ്സാണ്. എങ്ങനെയെങ്കിലും ഒരുമിച്ച് ട്രാവൽ ചെയ്യും. നമ്മുടെ പുറകിന്ന് കുറെ കാര്യങ്ങൾ പറയട്ടെ എല്ലാവരും. അനുമോള് സപ്പോർട്ട് ചെയ്തായിരുന്നു സപ്പോർട്ട് ചെയ്തായിരുന്നു. ആറാട്ടനൊക്കെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു അനുമോള് വിജയിക്കുന്നു പറഞ്ഞു. താങ്ക് യു.
ഞാൻ സീരിയസ് ഞാൻ കണ്ട അനുമോൾ ജയിക്കുന്നു പറഞ്ഞാവട്ടെ. താങ്ക് യു സോ മച്ച്. വിഷ്ണു കൊച്ചിക്കാരൻ താങ്ക് യു. നിങ്ങളുടെ യൂണിവേഴ്സിൽ എൻജോയ് ചെയ്യൂ, വേറെ യൂണിവേഴ്സിലാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു. ഷിയാസ് നേരത്തെ പറഞ്ഞ പോലെ അനിയത്തി എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഷിയാസ്ഖാനെ വളരെ പഴയ കാലം മുതൽ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഷിയാസ് എപ്പോഴും ഒരുപോലെ നമ്മൾക്ക് ബിഹേവ് ചെയ്യുന്ന, എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഒരു പേഴ്സണാണ്. അനു അങ്ങനെ തന്നെയാണ്, അതെ എപ്പോഴും. അപ്പൊ ഈ രണ്ടുപേരും നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു കൈയ്യടി കൊടുക്കാം അവർക്ക്. ഇതിപ്പോ എന്താ ഉണ്ടായെന്നറിയോ? സുധീർ സാർ ഇങ്ങനെ നോക്കാം, അല്ല ഇവിടെ ഇപ്പൊ ശരിക്കും ഒന്നും നടക്കണേ, ഇതൊരു ഫാമിലി മീറ്റ് ആയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഡൗട്ട് ഷിയാസിനെ അനുവിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. അല്ല ഇത് രണ്ടുമല്ല, ഇതിപ്പോ വീട്ടിലിരുന്ന് സിറ്റൗട്ടിലേക്ക് ഇരുന്ന് കഥ പറയണ പോലെ ഉണ്ട് അല്ലേ? അവർക്ക് ബോറടിക്കുന്നുണ്ട് പറഞ്ഞിട്ട് പോവാനും പറയുന്നത്. ഞാൻ പ്രതീക്ഷിച്ചു. ഓഹോ, ലാസ്റ്റത്തെ കൊട്ട് എനിക്ക്. അത് സത്യത്തിൽ അങ്ങനെ വിളിച്ചതല്ല. കൊട്ടലിങ്ങനെ ഫംഗ്ഷൻ ഉണ്ട്, എന്തായാലും വരണം എന്ന് പറഞ്ഞു. മൈക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ കിട്ടിയവിടുമല്ലോ, അതുകൊണ്ട് മൈക്ക് പിടിച്ച് കൈ പിടിച്ചായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പേപ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയോ പറയാനുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇത്ര ആളുകളെ പ്രതീക്ഷിച്ചില്ല. കാര്യം അന്നോട് ജനിക്കും ആളുടെ ഉദ്ഘാടനം അവർക്ക് ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചത്. കാര്യം അത്ര ആളുകളൊന്നും. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഷെരീഫ് ഖാനും സുധീർക്കാനും രണ്ടുപേരും നന്ദി അറിയിക്കുന്നു. കാര്യം ഇനിയിപ്പോ ആളുകളുടെ പേര് ഞാൻ പറയാതിരുന്നതിലും പറഞ്ഞ അതെ അതെ എനിക്ക് ഈ രണ്ടുപേരെ അറിയുള്ളൂ. ബാക്കി പിന്നെ നമ്മൾ ഗൾഫേനോട് സുഹൃത്ത് കുറെ അദ്ദേഹം കുറച്ചുപേരൊക്കെ എനിക്കറിയാം. എന്തായാലും ഭയങ്കര സന്തോഷം. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ വന്ന എല്ലാവരോടും നന്ദി അറിയണം. എല്ലാവരോടും ഒരുപാട് ഒരുപാട് പേർക്ക് ഒരുപാട് സ്നേഹം. ഫോട്ടോ എടുക്കാനും പല പേരുണ്ട്. അത് ക്ഷമിക്കണം. കാര്യം അത് അകത്ത് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും എടുക്കാൻ പരമാവധി ശ്രമിക്കും. കാര്യം വിധി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ട് പറയുന്നു. ശരിയാ. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഫേസ് കാണുമ്പോ. എനിക്കറിയാം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നും അല്ലേ കണ്ണച്ചേച്ചും പ്രാർത്ഥിച്ചു എന്നും. പിന്നെ ഇൻസ്റ്റാഗ്രാം തുറന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാല് ഓരോ അമ്മമാര് എന്താ പറയുക, അമ്മമാരുടെ മക്കൾ അറിയാം, അതായത് അമ്മമാരറിയാണ്ട് മക്കളൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഫൈനൽ ഫൈവിലല്ലോ ആ ഗ്രാൻഡ് ഫിനാലെ സമയത്ത് ആര് വിൻ ചെയ്യുന്നത്. അപ്പം കുറേ പേര് ഞാൻ ചെയ്യുന്നുള്ള പ്രാർത്ഥനയിലേക്ക് നിൽക്കുമ്പോൾ അവർ കരയുന്നുണ്ടായിരുന്നു കിട്ടിയ സന്തോഷത്തിൽ. ശരിക്കും എനിക്ക് എൻ്റെ അമ്മ എങ്ങനെയാണോ അതുപോലെയായിരുന്നു പല അമ്മമാരും ഇവിടെ നിൽക്കുന്നത്. പലരും അങ്ങനെയാണെന്ന് എനിക്കറിയാം. കുട്ടികളാണ് ഫോണിൽ ഒരുപാട് പേര്, കുട്ടികളുടെ ചേട്ടന്മാരെ ഞാൻ കണ്ടായിരുന്നു, പ്രത്യേകിച്ച് ചേച്ചിമാരെ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ. ഒരുപാട് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യിപ്പിച്ചു എന്നറിയാം. എല്ലാവരെയും കാണുമ്പോൾ എല്ലാവരും തന്നെയാണ് പറയുന്നത്. എന്നാലും ഭയങ്കര സന്തോഷം. എങ്ങനെ നന്ദി പറഞ്ഞ് അറിയിക്കണമെന്ന് എനിക്കറിയില്ല. എപ്പോഴും ഈ ഒരു സ്നേഹം എനിക്ക് എന്തായാലും ഉണ്ടാവും. എത്തിക്ക് അതായത് സ്നേഹം പഠിപ്പിക്കണം എനിക്ക് അറിയില്ല. ഒത്തിരി സ്നേഹം. എനിക്ക് എന്താ ചോദിക്കുന്നത്? കരയരുതെന്ന്. അതിപ്പോ എന്താ ചെയ്യാൻ? ഇതില്ലേ ബിഗ് ബോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് കരച്ചില്. സ്റ്റാർ മാജിക്കില് കരയണ മാത്രമേ ഞാൻ ഇടാറുണ്ടായില്ല. അതറിയോ? ഇവിടാണെങ്കിൽ ഞാനൊക്കെ എന്തെങ്കിലും കലയായി കഴിഞ്ഞാൽ അപ്പൊ കളിയായി കരയുന്ന ആളാണ്. ദേഷ്യപ്പെട്ട കരയും. എല്ലാം സെൻസിറ്റീവായിട്ട്, എല്ലാം ബിഗ് ബോസിൽ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചും നന്നായിട്ട് സ്ട്രോങ് ആണ്. കരയുന്നത് ഞാൻ കുറച്ച് നിർത്തി. ജീവിതം എന്താ നന്നായിട്ട് ഞാൻ പഠിച്ചു. മലയാള സിനിമയിൽ ഏതെങ്കിലും സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടോ? മലയാള സിനിമ ഞാൻ വന്നിട്ട് ഇവിടെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസം ആയിരുന്നു കേട്ടോ. ഏതോ വൺലൈൻ കിട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായും. അനു, ഇനി നമ്മളൊരു സ്പെഷ്യൽ മൊമെന്റിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ ലെറ്റ്സ് ഈറ്റ് ബേക്കേഴ്സിന്റെ ഒരു ലോഞ്ചിലേക്ക് നമുക്ക് കിടക്കാനുണ്ട്. കുക്കീസ് ആൻഡ് കേക്ക്. യെസ്, അതിനാണ് അനു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു മുൻപ് നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡ് ബെറ്റി രഞ്ജിത്ത് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? യെസ് മാം ഇവിടെ ഉണ്ട്. നമ്മുടെ ഷെഫ് മുഹമ്മദ് ബിൻസാർ ഷെഫ് ഇവിടെ ഉണ്ടോ? ഈ ഷെഫാണ് നമ്മുടെ കുക്കീസും എല്ലാം കണ്ടുപിടിക്കുന്ന പേഴ്സൺ ആണ്. യെസ്, ആൻഡ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും മാർക്കറ്റിലേക്ക് എത്തുന്ന നമ്മുടെ മാർക്കറ്റിംഗ് പാർട്ടിലുള്ളത് നമ്മുടെ കൊടുംപ്ലാൻ വെഞ്ചേഴ്സ് ആണ്. മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ പീറ്റേഴ്സ് ഇവിടെ ഉണ്ട് നമ്മളോടൊപ്പം. ആൻഡ് ഷെരീഫ് ഖാന്റെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്. ആൻഡ് ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പർ വന്നിട്ടുണ്ട് അല്ലേ? യെസ്, സണ്ണിലോ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും പ്രസൻസോട് കൂടി നമുക്ക് ലോഞ്ചിലേക്ക് മൂവ് ചെയ്യാം.